നമസ്കാരം. 2024 ടാറ്റ പഞ്ച് രാജ്യത്തെ നമ്പർ 1 കാറായിരുന്നു. കഴിഞ്ഞ 40 വർഷമായി ഒന്നാം സ്ഥാനത്ത് തുടർന്നു പോരുന്ന മാരുതി സുസുക്കിയെ പിന്തള്ളിയായിരുന്നു ടാറ്റ ഒന്നാമതെത്തിയത്. കഴിഞ്ഞ വർഷം ടാറ്റ പഞ്ചിന്റെ 2 ലക്ഷത്തിലധികം യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. 2025 സാമ്പത്തിക വർഷത്തിലും ഈ കാറിനുള്ള ഡിമാൻഡ് കൂടുകയാണ്. 2025 സാമ്പത്തിക വർഷത്തിലെ 10 മാസത്തിനുള്ളിൽ പഞ്ചിന്റെ 1.64 ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷത്തെ പോലെ മാരുതി വാഗണാറും പിന്നിലാണ്. ഹ്യുണ്ടായി ക്രെറ്റ, മാരുതി എർട്ടിഗ, മാരുതി ബ്രെസ്സ, മാരുതി സ്വിഫ്റ്റ്, മാരുതി ബലേനോ തുടങ്ങിയ മിക്കവാറും എല്ലാ ജനപ്രിയ മോഡലുകളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. 1.5 ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച 5 മോഡലുകൾ ഈ പട്ടികയിലുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2025 സാമ്പത്തിക വർഷത്തിലെ 10 മാസത്തെ വിൽപ്പനയെ കുറിച്ച് പരിശോധിച്ചാൽ ടാറ്റ പഞ്ചിന്റെ 1,60,294 യൂണിറ്റുകളും മാരുതി വാഗണാറിന്റെ 1,61,397 യൂണിറ്റുകളും ഹ്യുണ്ടായി ക്രെറ്റയുടെ 1,60,495 യൂണിറ്റുകളും മാരുതി എർട്ടിഗയുടെ 1,59,302 യൂണിറ്റുകളും മാരുതി ബ്രെസ്സയുടെ 1,57,225 യൂണിറ്റുകളും മാരുതി സ്വിഫ്റ്റിന്റെ 1,45,626 യൂണിറ്റുകളും മാരുതി ബലേനോയുടെ 1,39,324 യൂണിറ്റുകളും മഹീന്ദ്ര സ്കോർപിയോയുടെ 1,37,311 യൂണിറ്റുകളും മാരുതി ഡിസയറിന്റെ 1,34,867 യൂണിറ്റുകളും ടാറ്റ നെക്സോണിന്റെ 1,31,374 യൂണിറ്റുകളും വിറ്റഴിച്ചിട്ടുണ്ട്. 1,31,086 യൂണിറ്റ് മാരുതി ഫ്രോങ്സും 1,02,859 യൂണിറ്റ് മാരുതി ഗ്രാൻഡ് വിറ്റാരയും 98,547 യൂണിറ്റ് ഹ്യുണ്ടായി വെന്യൂവും 88,899 യൂണിറ്റ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ അല്ലെങ്കിൽ ഹൈക്രോസും 83,824 യൂണിറ്റ് മാരുതി ഓൾട്ടോയും 54,322 യൂണിറ്റ് ടാറ്റ ടിയാഗോയും 52,485 യൂണിറ്റ് ഹ്യുണ്ടായി ഗ്രാൻഡ് ഐ10 നിയോസും 47,434 യൂണിറ്റ് ഹ്യുണ്ടായി i20യും 45,074 യൂണിറ്റ് ഹ്യുണ്ടായി ഓറയും 40,742 യൂണിറ്റ് ടൊയോട്ട ഗ്ലാൻസയും വിറ്റിട്ടുണ്ട്. 1.2 ലിറ്റർ റെവോട്രോൺ എഞ്ചിനാണ് ടാറ്റ പഞ്ചിന് കരുത്തേകുന്നത്. ഇതിന്റെ എഞ്ചിൻ 6000 RPM പരമാവധി 86 bhp പവറും 3300 RPM 113 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് സ്റ്റാൻഡേർഡായി 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി വരുന്നതാണ്. ഇതിനു പുറമെ ഉപയോക്താക്കൾക്ക് 5 സ്പീഡ് AMT ഓപ്ഷനും ലഭിക്കും. മാനുവൽ ട്രാൻസ്മിഷൻ 18.97 കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിൽ 18.82 കിലോമീറ്റർ മൈലേജ് നൽകാൻ ടാറ്റ പഞ്ചിന് സാധിക്കും. നിങ്ങൾക്കിത് ഇലക്ട്രിക് മോഡലിലും വാങ്ങാനാകും. ഇതിന്റെ പ്രാരംഭ എക്സ്ഷോറൂം വില 5.99 ലക്ഷം രൂപയാണ്. 7-inch ടച്ച് സ്ക്രീൻ സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഓട്ടോ AC, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റുകൾ, കണക്റ്റഡ് കാർ ടെക്, ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ സവിശേഷതകളോടെയാണ് ടാറ്റ പഞ്ച് വരുന്നത്. സുരക്ഷയ്ക്കായി ടാറ്റ പഞ്ചിന് ഗ്ലോബൽ NCAPയിൽ നിന്ന് 5 സ്റ്റാർ റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട്. ടാറ്റ നെക്സോണിനും ടാറ്റ ആൾട്രോസിനും ശേഷം ഇപ്പോൾ ടാറ്റ പഞ്ചിന് ഗ്ലോബൽ NCAPയിൽ നിന്ന് 5 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. ഗ്ലോബൽ NCAPയിൽ ടാറ്റ പഞ്ചിന് മുതിർന്നവരുടെ സംരക്ഷണത്തിനായി 5 സ്റ്റാർ റേറ്റിംഗും കുട്ടികളുടെ സംരക്ഷണത്തിനായി 4 സ്റ്റാർ റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട്.